എന്താണ് സാക്ഷ്മിയും BTS ആർമീസും തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾക്ക് ഈ സാക്ഷ്മിനെ അറിയായിരിക്കും. BTS ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും മിക്കവർക്കും അറിയാവുന്നത്. എനിക്ക് അങ്ങനെയാണ് അവരെ അറിയാവുന്നത്. ആദ്യം ഈ സാക്ഷ്മിയും BTS ആർമീസും തമ്മിലുണ്ടായ പ്രശ്നം എന്താണെന്നും അതിന്റെ ഡീറ്റെയിലും നമുക്ക് പറയാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ബിഗ് ബാങ് തായങ് ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ്. തായങ് പറഞ്ഞത്, താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് ശേഷം ഒരുപാട് കേപൊപ് ഗ്രൂപ്പുകൾ ആഗോള വിപണിയിലെ വാതിലുകൾ തുറക്കാൻ തുടക്കമിട്ടിട്ടുണ്ട്. അവർക്ക് ലോക പ്രശസ്ത സ്റ്റേജുകളിൽ പ്രകടനം നടത്താനും കഴിഞ്ഞു. ഞങ്ങളാണ് അതിന് തുടക്കമിട്ടത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ ശ്രമത്തിന് ഇതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ബിഗ് ബാങ് തായങ് ഉദ്ദേശിച്ചത് അവർക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ഉള്ള ഒരുപാട് കേപൊപ് ഗ്രൂപ്പുകളുടെ സക്സസ്ഫുള്ളിന് തുടക്കമിട്ടത് ഇവരാണെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതൊരു മോശമായിട്ട് പറഞ്ഞതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബാങ്ങിന് പണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതിന്റെ രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ വന്നിരിക്കുന്ന ഗ്രൂപ്പുകളെല്ലാം ആ ഒരു ഇതിൽ നിന്ന് അവരാണ് തുടക്കമിട്ടതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫാണ്ടത്തിന് ഒരു ചെറിയൊരു പ്രശ്നം വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനുശേഷം ബിഗ് ബാങ് തായങ്ങിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ അടിയിലെല്ലാം ഒരുപാട് കമന്റുകൾ നിറഞ്ഞു. BTS paved the way എന്നുള്ള കമന്റുകളായിരുന്നു. BTS paved the way എന്ന് കമന്റ് ഇട്ടിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ DP BTSന്റെ കാണാൻ പറ്റും. അതിലൊന്നുകൂടെ നമ്മൾ ശരിക്കും നോക്കിയ അക്കൗണ്ട് ഒക്കെ ന്യൂ അക്കൗണ്ട്സ് ആണ്. BTS ആർമീസിനെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി വേറെ ഫാൻഡംസും ഇതിനൊപ്പം ചേരുന്നുണ്ട്. ബിഗ് ബാങ്ങിലെ തായങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബാങ്ങിലെ ആൾക്കാർ മാത്രമല്ല, BTSന്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ബാക്കി ഫാൻഡത്തിലെ ആളുകൾ മൊത്തമാണ് വന്ന് കമന്റ് ഇടുന്നത്. ഈ ഫാൻ വാർ നടക്കുന്നതിന്റെ ഇടയിലാണ് സാഷ്മ കൊണ്ടൊരു ത്രെഡ് ഇട്ടത്. BTS ആർമി സെൻഡിങ് ഹേറ്റ് ടു ബിഗ് ബാങ് തായങ് ബിക്കോസ് ഓഫ് ഹി ടോക്ഡ് അബൌട്ട് ദർ ഇമ്പാക്ട് വാട്ട് ഈസ് ഹാപ്പനിങ് കേപൊപ് എന്നായിരുന്നു സാഷ്മയുടെ ത്രെഡ്. ഇവർ 99% ഒരു അറ്റൻഷൻ സീക്കർ ആണ് എന്നാണ് ആർമീസ് വിശ്വസിക്കുന്നത്. ഇവരെ കൂടുതൽ ആർമീസിനും എല്ലാവർക്കും കേപോപ്പിൽ അറിയാവുന്നത് തന്നെ BTS ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷമാണ്. അതിനു മുമ്പ് അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. എനിക്ക് ഇവരെ അറിയാവുന്നത് ആ ഇന്റർവ്യൂവിന് ശേഷമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഷ്മ തന്നെ ക്ലെയിം ചെയ്യുന്നത് അവരൊരു BTS ആർമിയാണ് എന്നാണ്. എന്നിട്ട് ഷുഗയുടെ ഒരു വലിയ പ്രശ്നം നടന്നപ്പോൾ അവർ സൈലന്റ് ആയിരുന്നു. എൻ്റെ ഫാൻഡവും ഷുഗേനെ അറ്റാക്ക് ചെയ്തപ്പോഴും ഇവർ സൈലന്റ് ആയിരുന്നു. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ സാഷ്മയാണെങ്കിൽ BTS ആർമീസിനെ എല്ലാം ഒരു വില്ലൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഷുഗയുടെ ആ പ്രശ്നം നടന്നപ്പോൾ ബിഗ് ബാങ്കിലെ ഫാൻസും അതുപോലെ തന്നെ ബിഗ് ബാങ് തായങ്ങിന്റെ ഫാൻസും അങ്ങനെ ഒരുപാട് ആളുകൾ ഷുഗേനെ ഒരു ക്രിമിനൽ എന്ന രീതിയിൽ മുദ്ര കുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും സാഷ്മയുടെ ഈ ശബ്ദമൊന്നും കേട്ടില്ല. ബിഗ് ബാങ് തായങ് അദ്ദേഹം ഒരിക്കലും ഈ ഹേറ്റ് ഡിസേർവ്ഡ് അല്ല. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഹേറ്റ് ഇടുന്നുണ്ട് പല ഫാൻഡത്തിൽ നിന്നും. അത് വേറൊരു കാര്യം. നമ്മളിപ്പോ പറയുന്നത് സാഷ്മയുടെ കാര്യമാണ്. ജിമ്മിൻ ഡേസാങ് ബീൻ ചെയ്തപ്പോൾ എൻറ്റയർ ഫാൻഡവും അദ്ദേഹത്തിനെ ഹേറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഈ BTS ആർമി എന്ന് ക്ലെയിം ചെയ്യുന്ന സാഷ്മ വാതുറന്നില്ലായിരുന്നു. ഇതേ സാഷ്മ തന്നെ 4 ഇയർ മുമ്പ് ഇന്റർവ്യൂ ചെയ്ത BTSന്റെ ആ വീഡിയോ തന്നെയാണ് അക്കൗണ്ടിൽ സ്വന്തമായി പിൻ ചെയ്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്. BTS paved the way, right? ഇവരുടെ ഇന്റർവ്യൂവിന് കുറച്ച് റീച്ച് കിട്ടിയത് BTSന്റെ ഇന്റർവ്യൂവിന് ശേഷമാണ്. റീച്ച് കുറച്ച് കത്തിക്കേറിയ സാഷ്മ പിന്നീട് വന്നപ്പോ റീച്ച് കുറയുകയാണ് ചെയ്തത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് സ്ക്വിഡ് ഗെയിം ആക്ടറും ആക്ട്രസും ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ അവരുടെ റീച്ച് വളരെ കുറവാണ്. ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞ റീച്ച് കൂട്ടാൻ വേണ്ടി ആയിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടൊരു ത്രെഡ് ഇടാൻ അവർക്ക് ബുദ്ധി തോന്നിയത്. ഇവർ ശരിക്കും ഒരു അറ്റൻഷൻ സീക്കർ ആണ്. നിങ്ങൾ ഇവരുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവര് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവരുടെ ചാനലും ഇവരും ഇവരെ ഐഡോൾസ് എല്ലാം അഡ്മയർ ചെയ്യുന്ന രീതിയിലാണ് ആക്കാൻ നോക്കുന്നത്. ഈ ഇന്റർവ്യൂസ് എല്ലാം ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ്. അപ്പൊ ഇവർ കട്ട് ചെയ്ത് മേക്ക് ചെയ്ത് ഐഡോൾസിനെല്ലാം ഇവരോട് ക്രഷ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ആക്കാൻ ശ്രമിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് BTS ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം BTS Vയും ഇവർക്കും കുറച്ച് ഷിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫാൻസും പിന്നെ കുറച്ച് ബേബി ആർമീസും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ബുദ്ധിയുള്ള 99% ആർമീസും ഇതൊന്നും വിശ്വസിക്കാറുമില്ല, സപ്പോർട്ട് ചെയ്ത് അറ്റൻഷൻ കൊടുക്കാറുമില്ല. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഐഡോൾസിന് അതിൽ വലിയ പോപ്പുലർ ആയിട്ടുള്ള ഫീമെയിൽ ഐഡോൾസുമായിട്ട് ഷിപ്പ് ഉള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉള്ളപ്പോ ഈ ഇന്റർവ്യൂവിനെ ചൂസ് ചെയ്യുമോ? അങ്ങനെയുള്ളതൊക്കെ എന്തായാലും ഒരു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാം. ഇവർ അറ്റൻഷന് വേണ്ടി അത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൂടാതെ ഈ VU ആയിട്ടുള്ള പോസ്റ്റുകളും എഡിറ്റുകളും ഷിപ്പും ഒക്കെ ഈ സാഷ്മയായിട്ടുള്ളത് സാഷ്മ തന്നെ കുറച്ചുകൂടെ ബേബി ആർമീസിന്റെ ഡെലൂഷൻ കൂട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്ത് ഒന്നുകൂടെ ഒരു അറ്റൻഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ റീൽസ് നോക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ തന്നെ മിനിയൻ ഫാൻസ് കൊണ്ട് കമന്റ് ഇട്ടിട്ട്, ഓ ഇത് BTS Vനെ കുറിച്ചല്ലേ, വേറെ കുറച്ച് ഫാൻഡം അല്ല ഇത് മിൻഗ്യുവിനെ കുറിച്ചാന്ന് പറയുമ്പോൾ ഇവര് രണ്ടും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് അവരുടെ ഡെലൂഷൻ കൂട്ടുന്നു. പല ആർമീസും നേരത്തെ തന്നെ ടിക്ടോക്കിലൂടെയും ട്വിറ്ററിലൂടെയൊക്കെ ഇവരുടെ ഈ മുഖം പുറത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ ശരിക്കും വീഡിയോയിലൂടെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആക്ടേഴ്സിനും ഐഡോൾസിനും എല്ലാം ഇവരുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇവരോട് ക്രഷായി
ഫോണിൽ ലവ് ആയി എന്നൊക്കെ ആക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. ഈ ടോപ്പിക് എന്തായാലും ഇവിടെ നിൽക്കട്ടെ. ഇവർ ഫാൻ വാറിനിടയിൽ കൊണ്ട് അങ്ങനെ ഒരു ത്രെഡ് ഇട്ടത് വളരെ അൺപ്രൊഫഷണൽ ആണ് എന്നാണ് ആർമീസ് എല്ലാം പറയുന്നത്. BTS വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബിഗ് ബാങ്. അതിൽ ഓരോ മെമ്പേഴ്സും അവരുടെ സെൻബൈനിങ് ആണ്. അവർ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. അതിനാൽ ഫാൻ വാറിലൊക്കെ മാക്സിമം നമ്മളെ ഹേറ്റ് പരത്താതിരിക്കാൻ നോക്കുക. ഒപ്പം ഈ സാഷ്മയെ പോലുള്ളവർക്ക് അൺവാണ്ടഡ് ആയിട്ട് അറ്റൻഷനും കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് സാഷ്മയെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.